ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. നമ്മുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. നമുക്കിന്ന് സെഷൻ എടുക്കുന്നത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സാധിക ഗ്രൂപ്പിൻ്റെ ഡോക്ടർ പ്രശാന്ത് സാറാണ്. ഓക്കെ, അപ്പോൾ സാറുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ദ സൈൻ ഓഫ് ഫോർ. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പ്രശാന്ത് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രശാന്ത് സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വീഡിയോ ഓൺ ചെയ്യാൻ ബാൻഡ് വിത്ത് കുറവാണ്, ക്ഷമിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തൊട്ട് എയർടെലിന്റെ നെറ്റിന് എന്തോ പ്രശ്നം പോയി. സപ്ലിമെന്ററി നെറ്റാണ്, അപ്പോൾ ബാൻഡ് വിത്ത് കുറവായതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ക് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തൽക്കാലികം വീഡിയോ ഓൺ ചെയ്യുന്നില്ല. എക്സ്ട്രീംലി സോറി എവ്രി വൺ. എനിക്ക് ഷെയർ എനേബിൾഡ് ഒന്ന് ചെയ്യാൻ പറ്റുമോ ഹോസ്റ്റ്? ഓക്കെ ഓക്കെ, ഷുവർ. ഓക്കെ, സോ വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ്. ഈ സൈൻ ഓഫ് ഫോർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ബുക്ക് ബൈ ആർത്തർ കോണൽ ഡോയൽ, അല്ലെങ്കിൽ നമ്മുടെ ഷെർലോക്ക് ഹോംസ് എന്ന് പറഞ്ഞൊരു ഡിറ്റക്റ്റീവിന്റെ കുറിച്ചുള്ള ഒരു ഡിറ്റക്റ്റീവ് ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി. അതിനുശേഷം അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. ആ ഷെർലോക്ക് ഹോംസിന്റെ ഒരു ബുക്കാണ് ദ സൈൻ ഓഫ് ഫോർ. ഈ സൈൻ ഓഫ് ഫോർ ഞാൻ വായിച്ചത് ഏകദേശം കുറെ കൊല്ലങ്ങൾക്ക് മുന്നേ വായിച്ചൊരു ബുക്കായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു മൂവിയും അതൊരു ആ ഒരു ബുക്കിന്റെയും അതുപോലെ തന്നെ അതും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ളൊരു ഒരു കണക്ഷൻ ആണ് ഞാൻ ഇന്നത്തെ ഒരു സെഷനിൽ പറയുന്നത്. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് വരുന്ന കുറെ അപാകതകളാണ് ഇന്നത്തെ ഒരു ട്രെയിനിങ്ങിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ സൈൻ ഓഫ് ഫോറിന്റെ ബുക്കിന്റെ പ്രത്യേകത എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മേരി മോർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി, മേ ബി ഷീസ് എ ലേഡി. ആ ലേഡിയുടെ ഫാദർ ഡിസപ്പിയർ ആവുന്നു. ഓക്കെ, എവിടുന്ന് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു മുത്ത്, ഒരു പേൾ കിട്ടുന്നതിന് ശേഷം അദ്ദേഹം ഡിസപ്പിയർ ആവുന്നു. പിന്നീട് അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മേരി ഷെർലക് ഹോംസിനെ പോയി സമീപിക്കുന്നു. പിന്നീടുള്ള കഥ മുഴുവൻ എങ്ങനെയാണ് അവരെ ആ ഒരു ഫാദറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയും അതിനുള്ളിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു സൈൻ ഓഫ് ഫോർ എന്നുള്ളൊരു ബുക്ക്. ആ ബുക്കിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇൻ റിയാലിറ്റി ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ആ ലിറ്റററി തീംസ് എന്ന് പറയുന്നത് ആ ബുക്കിൽ വരുന്നത് ഒന്ന് ഭയം, ഫിയർ, സെക്കൻഡ് വൺ ഗ്രീഡ് ആൻഡ് റിഗ്രറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള പല പല കോൺസെപ്റ്റുകളും പല പല കാര്യങ്ങളുമാണ് ആ ബുക്കിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഈ ചെറിയതായിട്ടുള്ള നമ്മുടെ ഇമോഷണൽ ഇംബാലൻസ് ആണ് പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള വലിയ വലിയ കൊലപാതകങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ് ആ ബുക്കിന്റെ ലിറ്റററി തീം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു തീം എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയറുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എൻറ്റയർ സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ ഇമോഷണൽ ബയസിസ് അല്ലെങ്കിൽ ഇമോഷണൽ പ്രോബ്ലംസ് നമ്മുടെ ലോങ് ടേം സക്സസിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നഷ്ടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും നമ്മൾക്ക് സമ്മാനമായി കിട്ടുന്നു ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കാതെ പോയാൽ. അപ്പൊ അതിലെ ഫോറിലെ എഫ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് ഫിയർ എന്ന് പറയാം. അതിനെ നമുക്ക് പറയാം ദ ഫോമോ ഫാക്ടർ. ഫോമോ എന്ന് ഉദ്ദേശിക്കുന്നത്, ആർക്ക് എനിബഡി ക്യാൻ കമന്റ് ഓർ സേ വാട്ട് ഈസ് ഫോമോ ഈസ്? ഹലോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. യെസ്, പറഞ്ഞു, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. എന്താണ് ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഈ ഇപ്പൊ ആമസോണിന്റെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ ഫ്രീഡം സെയിൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ എന്താണ് ആമസോണിൽ വളരെ വിലക്കുറവിൽ അവൈലബിൾ ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ
ഗോ ആൻഡ് പർച്ചേസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് നീഡഡ്. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ, ഇനി അടുത്ത ഒരു സെയില് വന്നു കഴിഞ്ഞാൽ ഇതിന് ഈ ഓഫർ കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഐ മേ മിസ് ദിസ് പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ വി വിൽ സ്റ്റാർട്ട് പർച്ചേസിങ് ഇറ്റ്. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടപ്പെടാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അതിനൊരു ഭയമാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇത് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് സൈക്കോളജിയിൽ വരുമ്പോൾ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഒന്നാമത്തെ കാര്യം എന്നാണ് ഈ ക്രിപ്റ്റോ മാനിയ 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ 2017 നമ്മുടെ ഏറ്റവും നമ്മളെല്ലാവരും കേട്ടുന്ന ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം മൈൻഡിൽ വരുന്നൊരു കോയിനാണ് ബിറ്റ് കോയിൻ. അപ്പൊ ബിറ്റ് കോയിൻ അത്രയും പീക്ക് ലെവലിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ 2017 തൊട്ടിട്ടൊരു സാഗയായിരുന്നു. 2017 ബിറ്റ് കോയിൻ ക്രോസ്ഡ് അറൌണ്ട് 30,000. അതിനുശേഷം ബിറ്റ് കോയിൻ 2020-21 കാലഘട്ടം ആകുമ്പോഴേക്കും ഇറ്റ് വെന്റ് അപ് ടു 55,000 വരെ എത്തി. ആ 55,000 എത്തിയപ്പോഴേക്കും എല്ലാവരും എവ്രി വൺ വുഡ് ഫീൽ ദാറ്റ് ഇറ്റ് മേ ഗോ അപ്പ്. പക്ഷെ അത് വീണ്ടും തിരിച്ച് താഴെ 30,000 വന്നു. 25,000 വരെ വരാനുള്ള 2021-22 പീരീഡിൽ. പിന്നെ അതിനുശേഷം ഇറ്റ് വെന്റ് അപ് ടു 1 lakh. ഇപ്പൊ 1 lakhന് മേലെ ക്രോസ് ചെയ്തു. അപ്പൊ ഈ ഓരോ പീക്കിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, we may think that we are going to miss this golden opportunity and we start investing. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ പലപ്പോഴും മാർക്കറ്റുകൾ കയറുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ആ ഒരു സമയം എന്ന് പറയുന്നത് അത് താഴെ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫോമോ ഫാക്ടർ നമ്മളെ വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് പ്രോംപ്റ്റ് ആയിട്ട് എടുക്കാറില്ല. അതേപോലെ തന്നെ 2021 ഗെയിം സ്റ്റോപ്പ് ഫ്രൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അൺസസ്റ്റൈനബിൾ വാല്യൂ ആയിട്ടുള്ള സ്റ്റോക്സ് മേടിച്ച കേസ് ഉണ്ട്. NFT ബബിൾസ് ഉണ്ട്. ഇപ്പൊ റീസെന്റ് വേണമെങ്കിൽ പറയാം, ഇപ്പൊ നമ്മളെപ്പോഴും ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റേറ്റ് കുറയ്ക്കണമെന്ന് പറയുമ്പോൾ ബാങ്കുകൾ നമുക്കൊരു ഇന്റിമേഷൻ തരും, RBI റേറ്റ് കുറച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ എല്ലാം റേറ്റ് കുറയാനുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങൾ ഇപ്പൊ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയും. പക്ഷെ അത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ റേറ്റ് കുറഞ്ഞത് കൊണ്ട് FD റേറ്റ് കുറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെ അഥവാ കുറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഭാവിയിൽ അത് കൂടാം. പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് പോയിട്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഫണ്ട് കൊണ്ടുപോയിട്ട് FDയിൽ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നീട് നമ്മൾ അത് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് തീരെ റിട്ടേൺ കിട്ടാതെ കുറഞ്ഞ റിട്ടേൺസ് മാത്രമായിട്ട് നമുക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരും. ചിലപ്പോൾ അത് കഴിഞ്ഞ ഒരു മാസം 1.5 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ RBI റേറ്റ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി FD റേറ്റ് കൂടും. അപ്പൊ ആ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ലൈഫിൽ എല്ലാവിടെയും നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡിസിഷൻ ഇത് തന്നെയാണ് ഷെർലോക്ക് ഹോംസിന്റെ ബുക്കിൽ പറയുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഡയമണ്ട് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ ഡയമണ്ട് എനിക്ക് അത് മിസ്സാക്കരുത് എന്നുള്ള ഒരു കാരണം കൊണ്ട് ദ ഫാദർ ഹാസ് ഡിസപ്പിയർ. ഇവിടെയാണ് കണക്ഷൻ വരുന്നത്. സെക്കൻഡ് ഒന്ന് വന്നത് 4 O ആണ്. O ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗ്രീഡ് എന്നാണ്. ഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ അത്യാഗ്രഹം എന്നാണ് ഗ്രീഡിനെ പറയുക. പക്ഷെ ഇവിടെ ഞാനത് മാറ്റുന്നത് ഓവർ കോൺഫിഡൻസ് ആണ്. ഓവർ കോൺഫിഡൻസ് പറഞ്ഞാൽ ഈ ഒരു മൂവിയില്ല, ആക്ച്വലി ഇറ്റ് ഇസ് എ ബുക്ക്. ആ ബുക്കിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മൾ പല ട്രഷറും തേടിയിട്ട് നമ്മൾ പോകും. അതിൽ നമുക്ക് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ കോൺഫിഡൻസ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദിസ്. അല്ലെങ്കിൽ നമുക്ക് വരുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കാര്യത്തിന് പോയാൽ എനിക്ക് നല്ലത് മാത്രമേ വരുള്ളൂ, നഷ്ടങ്ങളൊന്നും എനിക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞത്. ഇറ്റ് വാസ് എ ട്രാപ്പ് ആക്ച്വലി. അതുകൊണ്ട് ഞാൻ ഓവർ കോൺഫിഡൻസ് ട്രാപ്പ് എന്ന് പറഞ്ഞത്. ഈ ഓവർ കോൺഫിഡൻസ് ട്രാപ്പിൽ പറയാവുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും അറിയാം, ഹർഷത് മേത്തയുടെ സ്കാമിനെ കുറിച്ച് അറിയാം. 1992 നടന്നിരിക്കുന്ന സ്കാം ഉണ്ടായിരുന്നു. ഈ 1992 സംഭവിച്ചതെന്നു വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി എല്ലാവരും ഈ പറഞ്ഞ സ്കാമിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ദേ ബിക്കം ഓവർ കോൺഫിഡൻസ്. ഹർഷത് മേത്ത പറയുന്ന ഓരോ കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ ഹർഷത് മേത്ത പറയുന്നു ദാറ്റ് ABC എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റോക്ക് ബിറ്റ് ഗോ ടു 400 എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 100 രൂപയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് 400ലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പീപ്പിൾ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ദയർ കോൺഫിഡൻസ് ദാറ്റ് ഹർഷത് മേത്ത ഈസ് കറക്റ്റ്. അങ്ങനെ ആ ഒരു
ഇൻവെസ്റ്റേഴ്സ് ആകെ ആ ഒരു റാലിയിൽ നമ്മൾ അങ്ങനെ ഫ്ലോയിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല നമുക്ക് തിരിച്ചടി വരുമെന്ന്. സോ ദ സ്കാം ഹാസ് മെയ്ഡ്, അത് കാരണം പലർക്കും പൈസ നഷ്ടപ്പെട്ടു. ആൻഡ് ഐ ടി ബബിൾ ആൻഡ് ഓൾസോ റീസെന്റ് വന്നത്, ഇപ്പൊ നമ്മൾ എപ്പോഴും നമ്മളൊരു എക്സാമ്പിൾ ആക്കി എടുക്കുന്നതാണ് നമ്മുടെ US നടന്ന സബ് പ്രൈം ക്രൈസിസ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ലീമാൻ ബ്രദേഴ്സ് പോലുള്ള കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന അത്രയും അസറ്റ്സ് ഉള്ള ഒരു ബാങ്ക് നശിച്ചു പോകും അല്ലെങ്കിൽ പൂട്ടിപ്പോകും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സോ ഇറ്റ് ഈസ് ബിക്കോസ് ദാറ്റ് ആ ഒരു സ്പെക്യുലേഷൻ നമുക്ക് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ മാർക്കറ്റ് താഴെ പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ മനസ്സിലാകും. നമ്മൾ എന്ത് ചെയ്യുന്നു, വി സ്റ്റാർട്ട് മേക്കിംഗ് ദാറ്റ് വി ആർ കോൺഫിഡൻറ്റ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് അഫക്ട് മീ. അപ്പൊ അങ്ങനെ പല എഫക്ട്സുകളും വരുന്നത് നമ്മൾ പല ബബിൾസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവർ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ വി ആർ ഇഗ്നോറിങ് ദോസ് വാർണിംഗ്സ് ആൻഡ് ഓൾ. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ദാറ്റ് മേ ലൂസ് അവർ മണി ബിക്കോസ് ഓഫ് ദിസ് പർട്ടിക്കുലർ സിമ്പിൾ ആൻഡ് ഒരു ഒരു ചെറിയ 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 ഇൻപുട്സ് നമ്മൾ നോക്കാതെ നമ്മൾ പോകുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ അവർ ഫിസിക്കൽ ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ വെൽബീയിങ്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു FOU എന്ന് പറയുന്നതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ഹിഡൻ ട്രഷർ, റൈറ്റ്? ആ ഒരു നോവലിൽ പറയുന്ന പോലെ ഒരു ഹിഡൻ ട്രഷർ തേടിയിട്ടാണ് ദേ സ്റ്റാർട്ടഡ് ട്രാവലിംഗ്. ഒരു ഹിഡൻ ട്രഷർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എക്സാക്ട്ലി ദ ട്രഷർ മീൻസ്? നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ട്രഷർ കണ്ടുപിടിക്കാതെ, എനിബഡി ഹാസ് റെഡ് ദ ബുക്ക് കോൾഡ് ആൽക്കമിസ്റ്റ് ബൈ പൗലോ കൊയ്ലോ? പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇതിലൊരു ക്ലാസ് വരെ നടന്നിട്ടുണ്ട്. ഏതാ? ഇതിലൊരു ക്ലാസ് വരെ നടന്നിട്ടുണ്ട്. Yeah. വായിച്ചവർ വായിച്ചവരുണ്ട്, വായിക്കാത്തവരുണ്ട്. അതിൽ തന്നെ ഈ പൗലോ കൊയ്ലോന്റെ ബുക്കിലും പറയുന്നതും ഇതേപോലെ തന്നെയാണ്. അവിടെയും ഒരു ട്രഷർ തേടിയുള്ള ഒരു യാത്രയാണ് ആൽക്കമിസ്റ്റില്. പക്ഷെ അൾട്ടിമേറ്റ്ലി കുറെ പേര് കമന്റ്സ് വന്നിട്ടുണ്ട്. യെസ് യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്, താങ്ക് യു. നല്ലൊരു ബുക്കാണ്, വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ബുക്കാണ്. അപ്പോൾ ഈ അവിടെ എല്ലാവരുടെയും പറയുന്നത് ദ ട്രഷർ ഈസ് ലൈസ് വിത്തിൻ യു. അതെ, കാരണം നമ്മുടെ ജേണിയിൽ ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ട്രഷർ തേടി പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ചുറ്റുമുള്ള ട്രഷർ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ യൂട്ടിലിറ്റി ഇൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രഷർ, ഇപ്പൊ ഈ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല റീസണുകളാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ഈ എക്കണോമിക്സിൽ വരുന്ന യൂട്ടിലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്ന് സാധാരണ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമുണ്ട്. ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു സ്വീറ്റ് അറ്റ്ലീസ്റ്റ് ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടും അല്ലേ? നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം ഓക്കെ, രണ്ടാമത്തെ ഐസ്ക്രീം കഴിക്കുമ്പോഴോ ഫസ്റ്റ് കഴിച്ച ഐസ്ക്രീമിന്റെ ഫീല് വരുമോ? ചോദ്യമാണേ. രണ്ടാമത്തെ ഇല്ല, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അത് തന്നെയാണ്. ഒരു മൂന്നാമത്തെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ആദ്യം കഴിച്ച ഐസ്ക്രീമിന് എത്ര ഫീല് വരില്ല. നാലാമത്തെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാല് പിന്നെ എനിക്ക് വേണ്ട, ഞാൻ കളയാൻ പോവുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും വരാറുണ്ട്. അത് തന്നെയാണ് യൂട്ടിലിറ്റി ഇൻ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് അതൊന്നും യാതൊരു യൂട്ടിലിറ്റി ഉണ്ടാവില്ല. പലപ്പോഴും പലവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എവിടെയോ എന്തൊക്കെയോ ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഈ യൂട്ടിലിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ പലപ്പോഴും നമുക്ക് വരുന്ന ഒരു ചെറിയൊരു കാര്യമാണ് ഈ അസറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പലവരും ചെയ്യുന്നൊരു വലിയൊരു തെറ്റായ ഒരു പ്രവണതയാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിയൽ എസ്റ്റേറ്റ്. ഞാൻ ആസ് എ ഫിനാൻഷ്യൽ പ്ലാനർ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ അസറ്റ് ക്രിയേഷൻ അല്ല, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ആണ്. നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ആവശ്യം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം,
എനിക്ക് ആവശ്യമുള്ള സമയത്ത് എനിക്ക് വേണ്ട തുക എൻ്റെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. എന്ന് വെച്ചാൽ മറ്റൊരാളെ ആശ്രയിക്കാതെ എൻ്റെ കയ്യിലുള്ള ആക്റ്റീവോ അല്ല പാസീവോ ആയിട്ടുള്ള ഇൻകം കൊണ്ട് എനിക്ക് വേണ്ട ഓരോരോ സമയത്ത് വേണ്ട ഓരോ ഗോളുകൾ മീറ്റ് ചെയ്യാനുള്ള ഒരു ഓ, ഓ, ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുക. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് അസറ്റ് ഉണ്ടെങ്കിൽ ഐ ബിക്കം ഫ്രീ എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ 100 കോടിയുടെ അസറ്റ് ഉണ്ട്, 100 കോടിയുടെ റിയൽ എസ്റ്റേറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. പക്ഷെ വാട്ട് ഈസ് മേ ബി അങ്ങനെ ഒരു ഇത്രയും അസറ്റ് ഉണ്ടായിട്ട് അതുകൊണ്ട് എനിക്ക് എന്താണ് യൂസ്? ഞാൻ വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഈ റീസെന്റ് നടന്ന എൻ്റെ ഒരു ക്ലയന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ആളുടെ മോന് he met with an accident in Bangalore and the condition was so critical. ബ്രെയിനിലാണ് ഇഞ്ചുറി ആൻഡ് ഇനീഷ്യലി ബാംഗ്ലൂർ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ he was shifted to Aster MIMS in maybe MIMS in കോഴിക്കോടിൽ മിംസിലേക്ക് വന്നു. മിംസിൽ വന്നു, he was in ventilator and ICU and later he was shifted to അമൃത എറണാകുളം ആൻഡ് ദെൻ ദേ ഫൗണ്ട് ദാറ്റ് അവിടെ ഇരുന്നിട്ടും യാതൊരു പ്രതീക്ഷയില്ല ആൻഡ് ദേ കനോട്ട് ഡു എ സർജറി. ഒരു 2 സർജറി കഴിഞ്ഞു, 3ാമത്തെ സർജറിക്ക് ബോഡിക്ക് അത്രയും എന്താ പറയുക കണ്ടീഷൻ വാസ് ഗെറ്റിംഗ് വേഴ്സ്. സോ ദേ അഗെയിൻ ഷിഫ്റ്റഡ് ടു ദ മെഡിക്കൽ കോളേജ് ഓഫ് തൃശൂർ ആൻഡ് ഹോപ്പ്ഫുള്ളി അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഹോപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ വിധിയെ നമുക്ക് ഒരിക്കലും തടുക്കാനാവില്ല. ആഫ്റ്റർ അറൌണ്ട് 2.5 months or 3 monthsന്റെ മെഡിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റിന് ശേഷം ആ കൊച്ചു നമ്മളെ വിട്ടു പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഓക്കെ, സോ അവിടെ ആദ്യത്തെ ഒരു 10-15 ദിവസത്തെ മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് they could handle somewhat with some other investments and salaries from help from the friends and everything. പക്ഷേ പിന്നീടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന് he's a millionaire ബട്ട് എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും കിടക്കുന്നത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരുന്നു. സോ ആ ഒരു മെഡിക്കൽ എമർജൻസി വന്ന സമയത്ത് he has to spend or he has to sell all his assets at a lower price too. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പം നമുക്ക് ഓരോ അൺസർട്ടൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ടൈം ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുമ്പോൾ വി ഹാവ് ടു എൻഷുർ ദ ക്യാഷ് ഫ്ലോ പാർട്ട്. ആ ഒരു ക്യാഷ് ഫ്ലോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവണം. അപ്പൊ അവിടെയാണ് ആക്ച്വലി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് നമുക്കൊരു റിട്ടേൺ കിട്ടുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകണം. ക്യാഷ് ഫ്ലോ, കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ ഫൈൻ, പക്ഷെ ആ പഠിത്തത്തിക്കുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുക. പലപ്പോഴും നമ്മൾ ചിലവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ അതിന്റെ യൂട്ടിലിറ്റി നോക്കുന്ന അറിയില്ല. 10 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്നതിൽ നമ്മളിപ്പോൾ FD ഇടും, 2 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലോ സ്റ്റോക്കിലോ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം 2 കൊല്ലം കൊണ്ട് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാം. ശരിക്കും സാധാരണ ചെയ്യുന്നത് ഇത് റിവേഴ്സ് പ്രോസസ്സാണ്. അത് മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഹിഡൻ ട്രഷർ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആ ട്രഷർ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ട് പോകും എന്നുള്ളതാണ് ഇതിന്റെ റിയാലിറ്റി. ഓക്കെ, ആൻഡ് അപ്പോൾ ഓൾവേസ് തിങ്ക് അബൌട്ട്. അപ്പോൾ FOUR, F എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന നമ്മുടെ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ്. ദെൻ O എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ആണ്. U എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂട്ടിലിറ്റി, വെദർ അവർ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ക്രിയേറ്റിംഗ് എനി കൈൻഡ് ഓഫ് യൂട്ടിലിറ്റി ഫോർ അസ്. ആൻഡ് ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിഗ്രറ്റ്. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുക്കിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തികൾ പല രീതിയിലുള്ള മേർഡേഴ്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രഷർ നഷ്ടപ്പെടാണ്ടിരിക്കാൻ, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മേർഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ഇൻ അവർ ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ. നമ്മൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മൾ പല ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് അത് തെറ്റായിരുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആസ് മർഡർ. ആ ചെയ്ത ആക്ട് എന്നത് തെറ്റായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പോക്കുണ്ടാവില്ല എന്നുള്ളതാണ് പലപ്പോഴും സത്യം. നമ്മൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ഐ തിങ്ക് ഇൻ 2018-19 പീരീഡിലാണ്
കേരളത്തിൽ ഒരു കമ്പനി വന്നിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയുടെ പേരാണ് യൂണിവേഴ്സൽ ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന് പറയും. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ്, അത് കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ 10,000 രൂപ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ഒരു എമൗണ്ട് റിട്ടേൺ തരും. അങ്ങനെ 10 മാസം കൊണ്ട് നിങ്ങൾക്ക് 10,000 രൂപ പോയിട്ട് 20,000 രൂപ തിരിച്ച് കിട്ടും. 10 മന്ത്സാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂ. ഓക്കെ, വെരി ക്ലിയർ, ഇറ്റ് ഈസ് ഓൺലി 10 മന്ത്സ്. അപ്പൊ ഈ 10 മന്ത്സിൽ 10,000 വെച്ചിട്ട് 20,000 വരുമ്പോൾ നമ്മൾ സാധാരണ ഓരോ ഇൻഡിവിജ്വലും നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയറിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഹേർഡ് മെന്റാലിറ്റി എന്ന് പറയും. ഹേർഡ് മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഹേർഡ് എന്ന് പറഞ്ഞ ഒരു കൂട്ടമാണ്. ഓക്കെ, നമ്മൾ ചെമ്മരിയാടിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ ആട് ഏതാണോ പോകുന്നത് അതിന് പിന്നിലായിരിക്കും ബാക്കി എല്ലാ ആടുകളും ഫോളോ ചെയ്യുക. ആദ്യത്തെ ആട് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആടും റൈറ്റ് തിരിയും. വളരെ കുറച്ചുള്ള ആടുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലെഫ്റ്റേക്ക് പോകുള്ളൂ. പക്ഷെ അത് ആട്ടിടയിൽ ഒന്ന് തട്ടി വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തിരിച്ച് റൈറ്റിലോട്ട് തന്നെ പോകും. അതേപോലെ തന്നെയാണ് ഞാൻ ഒരെണ്ണം ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് കാണുമ്പോൾ എന്റെ പിന്നിൽ വരാനുള്ള ആൾക്കാർ കൂടുതലായിരിക്കും. കുറച്ച് പേര് മാത്രമേ മാറി ചിന്തിക്കുള്ളൂ. അതേ ഈ ഹേർഡ് മെന്റാലിറ്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തു, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ ഇവിടുന്ന് ഏകദേശം നഷ്ടപ്പെട്ടത് 3,500 കോടി രൂപയാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയറിൽ വരുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെയും വരുന്ന ഒരു ഫോമോ ഫാക്ടർ ആണ്. ഇപ്പൊ ചെയ്തില്ല, കമ്പനി ഇപ്പൊ തുടക്കത്തിലാണ് ഈ റിട്ടേൺ തരുന്നത്, ഭാവിയിൽ എത്ര റിട്ടേൺ തരുമെന്നും നമുക്ക് പറയില്ല എന്നുള്ള കുറെ അർജൻസി എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് പക്ഷെ നമുക്ക് തിരിച്ചാ പൈസ കിട്ടുന്നില്ല. അത് കമ്പനി പൂട്ടിപ്പോയി, കേസ് നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ആർക്കും ഇതുവരെ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ വന്നതാണ് വേറൊരു എക്സാമ്പിൾ ആണ് ഹൈറിച്ച് എന്ന് പറഞ്ഞ ഒരു കമ്പനി. ഹൈറിച്ചിന്റെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് ഇറ്റ് വാസ് 30%. കമ്പനിയെ കുറിച്ചിട്ടുള്ള 2 വ്യൂസ് വരുന്നുണ്ട്. ഒന്ന്, there was some other reasons why the company is being closed. Some other people say that the company is working properly. Some other forces also made them to stop their functions. അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും വൺ തിങ്, നമുക്ക് ഏതൊരു ഇൻവെസ്റ്റ്മെന്റും അപ്പോൾ നമ്മൾ നോക്കണം, നമ്മളൊരു കൊലപാതകം ചെയ്യാൻ പോവാണ്. ആ കൊലപാതകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് ഗിവിംഗ് മോർ ദാൻ 20% റിട്ടേൺ, ജനറലി പറയുകയാണെങ്കിൽ 20% മേലെ റിട്ടേൺ തരുന്ന ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, വളരെ കോഷ്യസ് ആയിരിക്കണം. ബിക്കോസ് ദാറ്റ് വിൽ ക്രിയേറ്റ് എ റിഗ്രറ്റ് ഇൻ ദ ഫ്യൂച്ചർ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡൺ ഇൻ എ പ്രോപ്പർ മാനർ. അപ്പൊ നമ്മുടെ റിട്ടേൺസ് എപ്പോഴും ഒരു 20 ആണ് ഒരു ആവറേജ് മാക്സിമം റിട്ടേൺ ദാറ്റ് എനി ഓഫ് ദി ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ഗിവ്. അതിന് മേലേക്ക് പോകുമ്പോൾ നമുക്ക് ചാൻസസ് കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയും 120 കിലോമീറ്റർ സ്പീഡ് പോകുന്ന വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം അറിയാം. 60 കിലോമീറ്റർ ആകുമ്പോൾ പലപ്പോഴും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും. 120 കിലോമീറ്റർ പോകുന്ന വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ബ്രേക്കിങ്ങിനുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പീരീഡിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതിന് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഒരു 2022 സെബി നടത്തിയ സ്റ്റഡിയിൽ പറയുന്നുണ്ട് 42% ഇന്ത്യക്കാരും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് അവരെ സ്റ്റോക്സ് എല്ലാം അവര് ഹോൾഡ് ചെയ്ത് വെക്കുന്നു. എന്തിനാ, അവർക്ക് റിഗ്രറ്റ് വരികയാണ്. കാരണം അത് ഡിക്ലൈൻ ചെയ്താലും അവർക്ക് നഷ്ടം വരുമല്ലോ എന്നുള്ള ഒരു ഫീല്, ആ ഒരു കുറ്റബോധം കാരണം അവർ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അത് കാരണം അവരുടെ നഷ്ടങ്ങളിലോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് ഫൈനലി ദിസ് ഈസ് വാട്ട് ആ ഒരു ബുക്കിന്റെ എൻറ്റയർ സമ്മറി എന്ന് പറയുന്നത്. വി ഹാവ് ടു ഒബ്സർവ്, ഡോണ്ട് അസ്യൂം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, പക്ഷെ അല്ല. ഒബ്സർവ് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഓർ സ്റ്റാർട്ട് ഗോയിങ് ടു എനി അതർ ഇൻവെസ്റ്റ്മെന്റ് മെത്തഡോളജീസ്. പിന്നെ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും നമ്മൾ മനസ്സിലാക്കുക, റെക്കഗ്നൈസ് യുവർ ബയസസ്. പലപ്പോഴും ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് റിസ്ക് പ്രൊഫൈലിംഗ് ഉണ്ട്. എനിക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി എത്ര ഉണ്ട് എന്നുള്ളത്. ചിലവർക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 98,000 ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഹേർട്ട് സ്റ്റാർട്ട്സ് ബീപ്പിംഗ്. ഓക്കെ, അയ്യോ നഷ്ടത്തേക്ക് പോകുന്നു, ഷുഡ് ഐ വാണ്ട് ടു വിഡ്രോ ഇറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലുള്ള ബയസീസ് ഉണ്ടാവും. ചിലവർക്ക്
ചിലപ്പോൾ അവർ ഓവർ കോൺഫിഡൻ്റ് ആവാം, ചിലർക്ക് ഒപ്റ്റിമിസം ആവാം. ഒപ്റ്റിമിസം എന്ന് പറയുന്നത് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ടാവാം. അപ്പൊ നമ്മൾ അതിനെ നെഗറ്റീവ്സും കൂടെ കാണാൻ പഠിക്കണം. അതേപോലെ തന്നെ പലവരും ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആങ്കറിങ് ബയസീസ് ഉണ്ടാവും. എനിക്കൊരു ബേസ് ഉണ്ട്, ആ ബേസിനെ വെച്ചിട്ടായിരിക്കും ഞാനൊരു കമ്പാരിസൺ നടത്തുക. പക്ഷെ നമ്മളത് ആ ബേസ് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യില്ല. എനിക്ക് ഐ വാണ്ട് വാട്ട് ഈസ് ദ ഗോൾ. അപ്പൊ അതുപോലുള്ള നമ്മുടെ ഇമോഷണലി നമ്മളെ എഫക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ബയസീസ് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് ഓൾവേസ് ഫോക്കസ് ഓൺ ദ പ്രോസസ്, നോട്ട് ഓൺ ദ റിസൾട്ട്സ്. ഫോക്കസ് ഓൺ ദ പ്രോസസ് പറഞ്ഞാൽ ഓൾവേസ് സ്റ്റേ ഇൻവെസ്റ്റഡ്. ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു ഗോൾ ഉണ്ടെങ്കിൽ, ആ ഗോളിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സും പ്രോസസ്സും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ റിസൾട്ട്സ് വിൽ കം. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ആർ തിങ്കിങ് ഓൺലി അബൌട്ട് ദ റിസൾട്ട്സ്, നോട്ട് ഓൺ ദ പ്രോസസ്. എനിക്ക് 5 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ പ്രോസസ്സ് മനസ്സിലാക്കിയാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ നോക്കുന്നത് 5 ലക്ഷം എന്നുള്ളതാണ്. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. ഇന്നിട്ടാൽ നാളെ 5 ലക്ഷം കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ചാടിക്കേറിയിടും. പക്ഷെ അതൊരു തെറ്റായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്യുന്നില്ല, അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ പലതും ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ യുവർ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഓവർ ടു ദ ഹോസ്റ്റ്. താങ്ക് യു. ഒരുപാട് പേഴ്സണലി ഇൻഫർമേഷൻ കിട്ടിയുള്ള ഒരു സെഷനാണ്. സോ ടീം മെമ്പേഴ്സ്, നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ സെഷനിൽ നിന്നൊരു പ്ലസ് പോയിന്റ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്? അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം കേട്ടോ. മാജിക് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബഷീർ സർ. ക്ലാസ് സർ. ഞാൻ കുറെ ഫൈനാൻസ് ക്ലാസ് കേട്ട ആളാ. ഒരു അക്കൗണ്ട്സിന്റെ ഒരു ഡിറ്റക്റ്റീവ് നോവലിനെ ആസ്പദമാക്കിയിട്ട് ഫൈനാൻസ് ക്ലാസ് ആദ്യമായിട്ടൊക്കെ കിട്ടി. താങ്ക് യു. കണ്ടന്റ്സ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് സർ. താങ്ക് യു. നല്ല പുതിയ പുതിയ അറിവുകൾ തന്നതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു ബഷീർ സർ. I think the net has been, yeah, okay, ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. മുസ്തഫ സർ പറഞ്ഞോളൂ. സാറിന്റെ ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ്, നന്നായിട്ടുണ്ട്. ക്ലാസ് ടോപ്പിക് നല്ല ക്ലാസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണെങ്കിലും സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സോ ഇതുപോലത്തെ മച്ച്. ക്ലാസ് നന്നായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു മുസ്തഫ സർ. മണി സർ. മാജിക് മോർണിംഗ് സർ. പ്രശാന്ത് സർ. യെസ്, മാജിക് മോർണിംഗ്. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നല്ല മെറ്റീരിയൽ ആണ് ഉണ്ടായത്. സൈൻ ഓഫ് 4 എന്ന് പറഞ്ഞാൽ അതിന്റെ 4 അതിന്റെ എക്സ്പാൻഷൻ വളരെ നന്നായിട്ടുണ്ട്. നമ്മളെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആയാലും ശരി, യൂട്ടിലിറ്റി, ഓവർ കോൺഫിഡൻസ്, റിഗ്രറ്റ്, ഇതെല്ലാം ഓരോന്നിനും അതിൻ്റെതായ തലത്തിലുള്ള എക്സാമ്പിൾ കൂടിയാണ് ഇന്ന് പ്രസന്റ് ചെയ്തത്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് സാർ ആൽക്കമിസ്റ്റിന്റെ കഥ, ഹിഡൻ ട്രഷറിന്റെ കാര്യം കൂടി പറഞ്ഞ് നമ്മൾ തന്നെയാണ് ഉള്ളത് ട്രഷർ, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമാണ് ഉള്ളത് എന്നുള്ളതും, അതുപോലെ ഓരോ പോയിന്റ് പറയുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള എക്സാമ്പിൾ, ഒരു ഹേർഡ് മെന്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള എക്സാമ്പിൾ, അതിന് കറക്റ്റ് ആയിട്ടുള്ള പണ്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോയമ്പത്തൂരുള്ള യൂണിവേഴ്സലിന്റെ കാര്യമൊക്കെ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ പോയിന്റും കറക്റ്റായിട്ട് നമുക്ക് മെമ്മറിയിൽ നിൽക്കുന്ന വിധത്തിലുള്ള ജെന്യൂൻ എക്സാമ്പിൾസ് തന്നെയാണെന്ന് കൊണ്ടുവന്ന് പറഞ്ഞത്. ഏതായാലും നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ. താങ്ക് യു സോ മച്ച്. ദെൻ വേറെ ആരാ സംസാരിക്കുന്നേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കുന്ന, നല്ല കെണിയിലൊന്നും പോയി ചാടാതിരിക്കാനുള്ള നല്ലൊരു ടോപ്പിക്കായിരുന്നു. ഇത്രയും ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു ടോപ്പിക്കായിരുന്നു.
വളരെ ലളിതമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എടുത്തു. വളരെ നന്ദി. ഇനി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. Definitely. Sure. Thank you. Okay, Naufal sir, thank you so much. Magic, good morning. Good morning. പ്രശാന്ത് സാർ വളരെ നല്ലൊരു ടോപ്പിക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞു. അതില് പറയുന്ന പോലെ എക്സാമ്പിൾസും ഒക്കെ ആയി, അതുപോലെ ബുക്കിന്റെ പോലെ തന്നെ അതിലുള്ള കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പൊ വളരെ നല്ലൊരു ക്ലാസ്, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള തന്നെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള ആ കാര്യങ്ങളൊക്കെ സാർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. Thank you. Okay, then ദിവ്യ മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇന്ന് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും അതിന്റെ ബെനിഫിറ്റ്സുകൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച്, അതുപോലെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ബെനിഫിറ്റ്സ് വരുന്നത്, നമ്മൾ ഏതൊക്കെ തരത്തിൽ നോക്കണം എന്നുള്ളത്, ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ എത്രമാത്രം പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒരു അവലോകനം നമുക്കുണ്ടായി. താങ്ക് യു സോ മച്ച് സർ. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. Definitely. Okay. ഗുഡ് മോർണിംഗ് സർ. Good morning. ഇന്നത്തെ ക്ലാസ് വളരെ ഇൻഫോർമേഷൻ തരുന്നതുമായ ക്ലാസ് ആയിരുന്നു. മലയാളികൾ പറ്റുന്ന ഒരുപാട് തെറ്റുകളാണ്. കുറച്ചധികം പൈസ അല്ലെങ്കിൽ വരുമാനം കിട്ടുന്നുള്ള സങ്കല്പത്തിലും വിശ്വാസത്തിലും പിന്നെ പൈസ നിക്ഷേപിക്കും, അവസാനം സങ്കടപ്പെടുന്ന ഒരു അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി തരാൻ പറ്റിയൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സലാഹുദ്ദീൻ സർ കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, ദെൻ വേറെ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ, ശരി. അപ്പോ മാം കേൾക്കുന്നുണ്ടാ? കേൾക്കാം സിന്ധു മാം. വൈഫൈക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ക്ലാസ് ഇടയ്ക്ക് കട്ടായി പോയിരുന്നു. ഞാന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഹൈറിച്ചിന്റെ കാര്യം സാറ് പറഞ്ഞല്ലോ. ഹൈറിച്ചിക്ക് എന്നെ ഇതുപോലെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ആൺകുട്ടി കുറെ ദിവസങ്ങൾ എന്റെ പിന്നാലെ നടന്നിട്ട്, ടീച്ചറെ അതിന് ജോയിൻ ചെയ്യോ. എന്നായാലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞത് ആകെ 800 രൂപയായിട്ടാണ് കേട്ടാ. എന്നോട് പറഞ്ഞിങ്ങനെ 800 രൂപ തന്നാൽ മതി ടീച്ചറ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിൽ ചേരാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് കുറച്ച് തിരക്കാണ്, അപ്പൊ എനിക്ക് പറ്റൂല അതിന്റെ പിന്നാലെ നടക്കാൻ, ഞാൻ ഇല്ല പറഞ്ഞു. അവിടുന്ന് കുറെ ദിവസം കഴിഞ്ഞപ്പോ ഞാൻ കേട്ടത് ഹൈറിച്ച് പൊട്ടി പാളീസായി എന്നൊക്കെയാണ് കേട്ടത് ഇട്ടാ. അപ്പൊ ഓൺലൈൻ ബിസിനസിനോട് സാർ എന്താ പറയുന്നത്? നമുക്ക് അതിലിപ്പോ അതുപോലെ തന്നെ ഞാൻ വേറൊരു ന്യൂസും കൂടി കേട്ടത്, 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 10 ആളെ കൊണ്ട് ഓരോ ലക്ഷം രൂപ. ഇപ്പൊ ഒരാള് കയറി അവിടുന്ന് പിന്നെ അയാള് വേറൊരാളെ ജോയിൻ ചെയ്യിപ്പിച്ച് അവിടെ ഇൻവെസ്റ്റ്മെന്റ് 1 ലക്ഷം, അങ്ങനെ അതൊരു കണ്ണിയായിട്ട് അങ്ങനെ പോവാ. പക്ഷെ ലാസ്റ്റ് എന്തെങ്കിലും ഈ കമ്പനിക്ക് പറ്റിക്കഴിഞ്ഞ ഇവരെല്ലാരും കൂടി ആദ്യം ചെയ്യിപ്പിച്ചത് ആരാണോ അവരടുത്തേക്കാ വരിക. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഓൺലൈൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പറയുമ്പോ അതിനോട് സാർ എന്താ പറയുന്നത് അഭിപ്രായം? സിന്ധു, അത് ആക്ച്വലി അത് ഓൺലൈൻ ബിസിനസ് അല്ല, അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അത് മനസ്സിലായി. അല്ല, ഞാൻ സാറിനോട് ഡൗട്ട് ചോദിച്ചതാണ്. അതന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് 2 രീതിയിലാണ്. ഒന്ന്, ഇത് ഫ്രോഡ് ആവും. പിന്നെ രണ്ടാമത്തത് കുറെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. പക്ഷെ എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിനും ഒരു സ്റ്റാഗ്നേഷൻ പോയിന്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
തുടങ്ങുന്ന സമയത്ത് കുറെ പേർക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. പക്ഷെ അതൊരു പിരമിഡ് പോലെ അതിന്റെ ഒരു പീക്ക് എത്തും. പീക്ക് എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് ഉള്ളത് വളർച്ചയല്ല, ഡീഗ്രോത്ത് ആയിരിക്കും. അപ്പൊ തുടക്കത്തിൽ വന്ന ആൾക്കാർക്കൊക്കെ അതിന്ന് റിട്ടേൺസ് വന്നിട്ടുണ്ടാവും. പിന്നീട് ഗ്രാജുവലി കുറഞ്ഞ് അത് ഇല്ലാണ്ടാവുന്നതാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോ ഇന്ത്യയിൽ ഒരു ആദ്യകാല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ആംവേ എന്ന് പറയും. പണ്ട് ആംവേ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് ആംവേയുടെ പ്രൊഡക്റ്റ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അത് ഉപയോഗിക്കുന്ന വളരെ ചുരുക്കം ആളുകൾ അതിൽ നിന്ന് പോകുന്നു. പക്ഷെ ആ ഒരു പണ്ടത്തെ പോലെ ഒരു അഗ്രസീവ്നെസ് ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പറയുന്നത് ഇങ്ങനത്തെ ഏതൊരു MLM നമ്മുടെ അണ്ടറിൽ ചേർത്തി നമുക്ക് അങ്ങനെ ഒരു ഗ്രോത്ത് കിട്ടുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം MLM ആണ്. പണ്ട് മൾട്ടി ലെവലിൽ എന്ന് വെച്ചാൽ മണി കംപ്ലീറ്റ്ലി പൈസ മാത്രം ഉള്ളതായിരുന്നു. പക്ഷെ അത് ഗവൺമെന്റ് ബാൻ ചെയ്തു. അതിനുശേഷമാണ് ഇവർ ചെയ്യുന്നത് എന്തൊരു കാര്യത്തിനും ഒരു പ്രൊഡക്റ്റിന്റെ പേര് അതിലിടുന്നത്. അൾട്ടിമേറ്റ്ലി ദ തിങ് സിമ്പിൾ. ആ പ്രൊഡക്റ്റ് ഇപ്പോ ഫോർ എക്സാമ്പിൾ വെസ്റ്റീജ് എന്ന് പറഞ്ഞത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. വെസ്റ്റീജിന്റെ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ 200-300 കൊടുക്കേണ്ടി വരും. നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ടൂത്ത് പേസ്റ്റ് ചിലപ്പോ 40 രൂപ 50 രൂപ അല്ലെങ്കിൽ ഒരു 70-80 രൂപയുള്ള ടൂത്ത് പേസ്റ്റ് ആയിരിക്കും ഇവിടെ അതിന്റെ ഒരുപാട് എമൗണ്ടിലേക്ക് കൂടുതൽ പ്രൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൈസ് കൂടുതലാവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇടുന്നതിന് ആരുടെയും എന്ത് വേണ്ട, പെർമിഷൻ വേണ്ട. എന്റെ പ്രൊഡക്റ്റ് ഞാൻ ഇറക്കുന്നു, ഞാൻ പറയുന്ന വില, ദാറ്റ് ഈസ് മൈ MRP. പക്ഷെ ഈ MRPയിൽ നിന്നും ഓരോ പങ്ക് ആർക്ക് പോകുന്നുണ്ട്? ഈ പറഞ്ഞ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലുള്ള നമ്മുടെ താഴെയുള്ള കണ്ണികൾക്കൊക്കെ നമ്മുടെ ഏറ്റവും താഴെയുള്ള ഒരാൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ മേലുള്ളവർക്ക് എല്ലാവർക്കും അതിന്റെ ഷെയർ കിട്ടും. സോ ഇൻഡയറക്ട്ലി ആ ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഈ പറഞ്ഞ എന്താണ് ഒരു മണി ചെയിൻ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്രൊഡക്റ്റ് ആണ് അവിടെ ബേസിസ് കാണിക്കുന്നത് മാത്രം. അപ്പൊ അതുകൊണ്ട് ഈ MLM ബിസിനസ് എന്ന് പറയുന്നത് അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് വരും ഒരു പീരീഡ് കഴിഞ്ഞാൽ. ഓക്കെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചാണ് കേട്ടാ. Of course, definitely. ഓക്കെ സാറേ, താങ്ക് യു സാർ. ഓക്കെ സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ പ്രശാന്ത് സർ, സോ എല്ലാവരും പറഞ്ഞ പേഴ്സണലി ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട്, ഇതിന്റെ ഒരു അനദർ വേർഷൻ ആയിട്ട് സാറിന്റെ ഒരു സെഷൻ കൂടി എടുക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. Definitely. Okay, sure. ഓക്കെ, സോ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. Yeah, please. Okay, thank you so much sir, thank you for the wonderful session. So team members, thank you so much. So എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. Thank you. Thank you, Prashant sir. Thank you, sir. all. Thank you so much. Thank you. Thank you. Have a nice day. Thank you, Prashant sir. Thank you.